ഹലോ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിൽ എങ്ങനെയാണ് ട്രെൻഡ് അടയാളപ്പെടുത്തുന്നത് എന്ന് പഠിച്ചു. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് ട്രേഡിംഗ് ചാർട്ടിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് നിങ്ങൾ പുറത്ത് പോയി 30,000-40,000 മുടക്കി പഠിക്കുന്ന കാര്യമാണ് ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞു തരാനായി പോകുന്നത്. അപ്പോൾ ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ബുള്ളിഷ് ബെയറിഷ് എങ്ങനെയാണ് ട്രേഡിംഗ് ചാർട്ടിൽ അടയാളപ്പെടുത്തി തരുന്നതെന്ന് കാണിച്ചു തരാനായി പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായി പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെ ചാർട്ടിൽ അടയാളപ്പെടുത്താമെന്നാണ്. അതായത് മാർക്കറ്റിൻ്റെ മെക്കാനിക്സ്, അതായത് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് നമ്മൾ പറയും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ബുള്ളിഷ് എന്താണ്, ബെയറിഷ് എന്താണ്, അതേപോലെ സൈഡ് വേസ് മാർക്കറ്റ് എന്താണെന്നൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായി പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെ രേഖപ്പെടുത്താമെന്നാണ്. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ ബുള്ളിഷ് ആൻഡ് ബെയറിഷ്, അതേപോലെ നമ്മൾ ഈ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ഇന്നത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്താൻ പോകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എനിക്ക് പറയാനുള്ള വീഡിയോയിലോട്ട് പോകുന്ന മുമ്പേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ 30,000-40,000 രൂപ എടുത്ത് ഒരു പഠിക്കുന്ന അതേ കോഴ്സ് തന്നെയാണ് ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞു തരാനായി പോകുന്നത്. ഞാൻ ഒരു വെള്ളം പോലും ചേർക്കാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സെയിം കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെങ്കിലും ചോദിച്ച് നോക്കാം നിങ്ങൾക്ക്. അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് പറഞ്ഞു തരാനായി പോവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതിപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമാണ്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പം മാർക്കറ്റിൻ്റെ ഘടനയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ പഠിച്ചായിരുന്നു. ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഇങ്ങനെ പോകുമെന്നും പറഞ്ഞായിരുന്നു നമ്മൾ ബുള്ളിഷ്. അതേപോലെ ഈ ബുള്ളിഷ് ബെയറിഷായി ആകുന്നത് ഈ ഒരു സ്ട്രോങ് ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞു. അതായത് ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. അപ്പം ബുള്ളിഷ് മാർക്കറ്റ് ഇത്തരത്തിൽ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഇത്തരത്തിലാണ് ബുള്ളിഷ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രീവിയസ് സ്വിംഗ് ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ എന്താ പറയുക, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ബോസ് എന്ന് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് പറയും. അതേപോലെ തന്നെ വീണ്ടും പ്രീവിയസ് സ്വിംഗ് ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി. അപ്പം ഇത് ബുള്ളിഷ് മാർക്കറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. പ്രീവിയസ് ഹൈയെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം ഈ ഒരു ബുള്ളിഷ് ബെയറിഷ് മാർക്കറ്റായി മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഹയർ ഹൈ ഉണ്ടാക്കി പോയ ശേഷം ഈ ഒരു ഈ സ്ട്രോങ് ലോ എന്നാണ് നമ്മൾ പറയുന്നത്. സ്ട്രോങ് ഹൈ, സ്ട്രോങ് ലോ. ഈ സ്ട്രോങ് ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കുക മാർക്കറ്റ് ബെയറിഷ് ആയിരുന്നത്. അപ്പോൾ നമ്മൾ ബെയറിഷ് മാർക്കറ്റിൽ എന്താണ് ചെയ്യേണ്ടത്, സെല്ലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊരു ഘടന മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ സെല്ല് മാത്രമാണ്. അപ്പം ഈ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ബെയറിഷായി മാറിയത് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയും. മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ചാർട്ടിൽ അടയാളപ്പെടുത്തുക എന്നാണ് ഞാൻ കാണിച്ചു തരാനായി പോകുന്നത്. ഇതാണ് മാർക്കറ്റ്. ഇപ്പം ഈ മാർക്കറ്റ് ഇവിടുന്ന് ബുള്ളിഷാണ്. അതായത് പ്രീവിയസ് ഹൈ, ഇതാണ് പ്രീവിയസ് ഹൈ. മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഷോർട്ട് ഫോം BOS എന്ന് പറയും. വീണ്ടും മാർക്കറ്റ് ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. വീണ്ടും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. ഇതെന്താ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലോ
പിന്നീട് ഈ ഹൈ, ഇതാണ് സ്ട്രോങ് ലോ, ഇതാണ് സ്ട്രോങ് ഹൈ. മാർക്കറ്റ് ബുള്ളിഷ് മാർക്കറ്റ് എപ്പോഴും ഈ ഒരു ലോ പ്രൊട്ടക്റ്റ് ചെയ്ത് മാക്സിമം മാർക്കറ്റ് വെച്ചിരിക്കും. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു മാർക്കറ്റ് നമുക്ക് ഈ ഒരു ചെറിയ ക്യാൻഡിൽ പോലും അനക്കാനേ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഇരിക്കുന്ന പൈസ കൊണ്ട് ക്യാൻഡിലൊന്നും അനക്കാൻ പറ്റുന്നില്ല. ഈ ക്യാൻഡിൽ അനക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കുകൾ മുതലായ വലിയ വലിയ ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയാണ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ മൂവ് മനസ്സിലാക്കി അവരുടെ ഒപ്പം നമ്മൾ കളിച്ചാൽ മാത്രമേ നമുക്ക് അവരുണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് പൈസ നമുക്ക് കിട്ടത്തുള്ളൂ. അവർക്ക് എതിരായിട്ട് നമുക്ക് ഒരിക്കലും പിടിച്ച് നിൽക്കാനേ പറ്റത്തില്ല. കാരണം വെച്ചാൽ അവരുടെ അത്രയും ബില്യൺസ് ഡോളേഴ്സാണുള്ളത്. അപ്പം അവരാണ് ഈ മാർക്കറ്റിനെ ചലിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാക്സിമം ഈ ഒരു ലോ, അതേപോലെ ഈ ഒരു ലോ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് നമ്മൾ എന്താണ് പറയുന്നത്, സ്ട്രോങ് ലോ എന്ന് പറയും ബുള്ളിഷിനകത്ത്. അതേപോലെ ബെയറിഷ് മാർക്കറ്റിൽ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അത് ഞാൻ പറഞ്ഞു തരാം. ബെയറിഷ് മാർക്കറ്റിൻ്റെ എക്സാമ്പിൾ മുമ്പ് പറഞ്ഞുതരാം. അപ്പം ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റ് ബെയറിഷായി എന്നാണ്. അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ മാക്സിമം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് സമ്മതിക്കത്തില്ല. മാക്സിമം അവരവരുടെ ഓർഡേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ലോ പിന്നെ എന്താണ് വരുന്നത്, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. ഇതാണ് സ്ട്രോങ് ഹൈ, ഹയർ ഹൈ, പിന്നീട് ഹയർ ലോ. ഈ ഒരു വിക്ക് ബ്രേക്ക് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കണക്ക് കൂട്ടത്തില്ല. ഞാൻ വിക്ക് ബ്രേക്ക് ഒരിക്കലും ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കൂട്ടത്തില്ല. ക്യാൻഡിൽ ക്ലോസ് വന്നാൽ മാത്രമേ ഞാനൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കണക്ക് കൂട്ടത്തുള്ളൂ. അപ്പം ഈ ഒരു ഹൈയെ മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്തപ്പോൾ എന്തായി, അവിടെ വീണ്ടും ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായി. വീണ്ടും ഹൈയെ ബ്രേക്ക് ചെയ്തില്ലേ, അപ്പം ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായി. അപ്പം മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്ത്, വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും, ഈ ഒരു ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാണ്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു സ്ട്രോങ് ലോയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടറായി. അവിടെ നമുക്ക് നോക്കേണ്ടത് സെല്ലിങ് പ്രഷറിലോട്ട് മാർക്കറ്റ് പോയി. കണ്ടോ, ഈ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് ബെയറിഷായി. അപ്പം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, മുതൽ ബുള്ളിഷ് മാർക്കറ്റ് ബെയറിഷ് മാർക്കറ്റായി. നമ്മൾ സെല്ലാണ് നോക്കേണ്ടത്. ബൈ നോക്കിയാൽ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് പോകുമെന്ന്. അപ്പം ഇത്തരത്തിൽ അടയാളപ്പെടുത്തി പഠിക്കുക. അപ്പം ഇതൊരു ഹൈ, ഇതാണ് സ്ട്രോങ് ഹൈ, ഇതാണ് സ്ട്രോങ്. ഈ ബെയറിഷ് മാർക്കറ്റിൽ മാക്സിമം ഹൈ ആണ് പ്രൊട്ടക്റ്റഡ് ഹൈ ആയിരിക്കും. അത് നമ്മൾ സ്ട്രോങ് ഹൈ എന്ന് പറയും. ഇതെന്താണ് സ്ട്രോങ് ഹൈ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം, ടൈപ്പ് ചെയ്ത് തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. സ്ട്രോങ് ഹൈ എന്നാണ് പറയുന്നത്. സ്ട്രോങ് ഹൈ ഇത് ബെയറിഷ് മാർക്കറ്റിൽ. ഇതെന്താണ് ബുള്ളിഷ് മാർക്കറ്റിലെ ലോ എന്താണ് പറയുക നമ്മൾ, സ്ട്രോങ് ലോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കത്തേ ഇല്ല. കണ്ടോ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരുന്നു, ഓർഡേഴ്സ് മാർക്കറ്റ് അവിടെ നിന്ന് പോവുകയാണ്. ഓർഡർ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ പഠിപ്പിച്ചു തരാം. ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത്തരത്തിൽ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെ അടയാളപ്പെടുത്താമെന്നാണ്. ഈ മാർക്കറ്റ് സ്ട്രക്ചർ അടയാളപ്പെടുത്തി നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല പ്രയോജനം ഉണ്ടാവും. പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് ബുള്ളിഷാണോ ബെയറിഷാണോ, എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവും. അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറായി, വീണ്ടും മാർക്കറ്റ് ഹൈ, ഈ ഒരു ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. ഇതാണ് സ്ട്രോങ് ലോവർ ഹൈ, ലോവർ ലോ. ഈ ലോയെ വീണ്ടും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ എന്തായി, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. സെയിം തന്നെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പം ഇതാണ് സ്ട്രോങ് ഹൈ, അതായത് ലോവർ ഹൈ ലോവർ ലോ. ഈ ലോയെ വീണ്ടും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ എന്താണ്
ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. പിന്നീട് ഇങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും മാർക്കറ്റ് കുറച്ച് സൈഡ് വേസ് കളിക്കുന്നുണ്ട്. വീണ്ടും ചെറിയൊരു പുൾ ബാക്ക്, ചെറിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നത് ഈ ഒരു വിക്ക് ബ്രേക്ക് നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായിട്ട് കണക്ക് കൂട്ടുന്നില്ല. ഈ ക്യാൻഡിൽ ക്ലോസ് ആണ് നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കണക്ക് കൂട്ടുന്നത്. എന്താ പറയുക, നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ ഇത്തരത്തിൽ അടയാളപ്പെടുത്തി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇവിടെ കുറച്ചുകൂടെ പോയാൽ മനസ്സിലായി. ഇപ്പം ഇതിൻ്റെ ഞാൻ പറഞ്ഞു ക്യാൻഡിൽ ക്ലോസ് മാത്രമാണ്. അപ്പം ഇതിൻ്റെ സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. സ്വിങ് ഹൈ ബ്രേക്ക് ആയിട്ടുണ്ടോ നോക്കിയേ നിങ്ങൾ. സ്വിങ് ഹൈ ലോ ബ്രേക്ക് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം വീണ്ടും നിങ്ങളിപ്പം മനസ്സിലായി കാണും ഈ ഒരു സ്വിങ് ഹൈ എന്തുകൊണ്ട് ബ്രേക്കായി കഴിഞ്ഞാൽ ബുള്ളിഷ് ആവില്ലേ. ബ്രേക്ക് ആവാൻ സമ്മതിക്കത്തില്ല. മാർക്കറ്റ് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം ഈ അടുത്ത ലോ, ഈ ഒരു ലോയാണ് നമുക്ക് ബ്രേക്ക് ആവേണ്ടത്. അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ആയില്ലേ, നോക്കിയേ നിങ്ങൾ. ഈ ഒരു ലോ ബ്രേക്കായി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് പറയുന്നത് അതിന്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പം ഈ ഒരു ലോ ബ്രേക്കായി. വീണ്ടും എന്താണ് നമുക്ക് പിന്നെ അടുത്ത് വരുന്ന ഹൈ ഏതാണ്? ഈ ഒരു ഹൈ ആണ്. ഈ ഹൈ ആണ് പ്രൊട്ടക്റ്റഡ് ഹൈ. അപ്പം ഈ ഒരു ഹൈ ബ്രേക്ക് ആയില്ല. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലോ നോക്കിയേ. ഈ ഒരു ലോ ഇവിടെ ഇതാണ് നമ്മുടെ അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, BOS. അടുത്ത സ്വിങ് ഹൈ, സ്വിങ് ലോ. അപ്പം ഈ ഒരു ലോ, പിന്നെ നമ്മൾ നോക്കിയേ, ഇതാണ് നമ്മളെ ഹൈ, ഇതാണ് ലോ. അപ്പം ഈ ഒരു ലോ വീണ്ടും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പം ഈ ഒരു ഹൈ പ്രൊട്ടക്റ്റഡ് ഹൈ ഇതാണ്, പ്രൊട്ടക്റ്റഡ് ലോ ഇതാണ്. അതായത് ഞാൻ മുമ്പ് ഇങ്ങനെ പറഞ്ഞ കാര്യമാണ്, ഈ ഒരു ബെയറിഷ് മാർക്കറ്റിനകത്ത് സ്ട്രോങ് ഹൈ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ആ സ്ട്രോങ് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരക്ടർ ചേഞ്ചായി, അതായത് ബെയറിഷ് മാർക്കറ്റ് ബുള്ളിഷായി മാറിയെന്നാണ്. അപ്പം ഈ ഒരു ലോ നോക്കിയേ, മാർക്കറ്റ് നേരെ വന്ന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ഓക്കെ, തിരിച്ച് വന്നു. വീണ്ടും ഈ ഒരു ലോ നമുക്ക് ബ്രേക്ക് ചെയ്യുന്നു. അപ്പം ഇതാണ് നമ്മൾ സ്ട്രോങ് ഹൈ, ഇതാണ് ഹൈ, ഇതാണ് ലോ. അപ്പം തിരിച്ച് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് നടത്തി വീണ്ടും ഈ ലോ ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്തപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇവിടെ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായി. ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് ഏത് ലോയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്? ഈ ഒരു ഹൈ ആണ് പ്രൊട്ടക്റ്റഡ് ഹൈ, ഈ ഒരു ലോയാണ് പ്രൊട്ടക്റ്റഡ് ലോ. പ്രൊട്ടക്റ്റഡ് ലോ അല്ല, സോറി, ഇതാണ് ഈ ലോയാണ് നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ളത്. ബ്രേക്ക് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താണ്? മാർക്കറ്റ് ബെയറിഷ് ആകുമ്പോൾ എന്താ, ലോ ബ്രേക്ക് ചെയ്തില്ലേ പോകുന്നത്. നിങ്ങൾ നോക്കിയേ, കണ്ടോ, ലോ ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സ്ട്രോങ് ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പം അതൊരു പ്രൊട്ടക്റ്റഡ് ഹൈ ആണ്, അത് നമ്മൾ സ്ട്രോങ് ഹൈ എന്ന് പറയും. അപ്പം ഈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തോ? ഇല്ല. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തോ? ഇല്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഈ ഒരു ഹൈ നോക്കിയെങ്കിൽ മനസ്സിലായാം, സോറി, ഈ ഒരു ഹൈ നോക്കിയേ, ഇവിടെ ബ്രേക്കായി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്? സ്ട്രോങ് ഹൈ ബ്രേക്കായി കഴിഞ്ഞാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ ചേഞ്ച് മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, മാർക്കറ്റ് ബെയറിഷിൽ നിന്ന് ബുള്ളിഷായി മാറിയിരിക്കുന്നുവെന്ന്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ബെയറിഷ് മാർക്കറ്റ് ആയിരുന്നു, തിരിച്ച് ബുള്ളിഷായി. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ സ്ട്രോങ് ലോ, ഇതാണ് സ്ട്രോങ് ലോ, ഇതാണ് സ്ട്രോങ് ഹൈ. നോക്കിയേ, ഈ ഹൈ ഇതാണ്, ഈ ഹൈ എവിടെ ബ്രേക്കായി? ഹൈ ഇവിടെ ബ്രേക്കായി, കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? ഈ ഹൈ ബ്രേക്കായി. അപ്പം ഇതാണ് BOS. അപ്പം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പം നീ ഏതാ പ്രൊട്ടക്റ്റഡ് ലോ? സ്ട്രോങ് ലോ എന്ന് പറയുന്നത് ഇതാണ് സ്ട്രോങ് ലോ. അപ്പം ഈ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ബ്രേക്ക് എപ്പോഴാകുന്നോ അപ്പം ചേഞ്ച് ഓഫ് ക്യാരക്ടർ, മാർക്കറ്റിൻ്റെ ക്യാരക്ടർ മാറി എന്നാണ് അർത്ഥമാക്കുന്നത്. പറയുന്ന നമുക്കിപ്പം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, നീ പുതിയ ഈ ഒരു ഹൈ ആണ് നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ളത്. ഈ ഹൈ ബ്രേക്ക് ചെയ്യാവുന്നുണ്ടോ? നോക്കിയേ,
സുഹൃത്തുക്കളെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ വിക്ക് ബ്രേക്ക് ഞാനൊരു ബ്രേക്കായിട്ട് കൂട്ടത്തേ ഇല്ല. ക്യാൻഡിൽ ക്ലോസ് ആണ് ഞാൻ നോക്കുന്നത്. ക്യാൻഡിൽ ക്ലോസ് വരെ കിട്ടി. അപ്പോൾ ഇവിടാണ് നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൂട്ടേണ്ടത്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായിട്ട് കണക്കാക്കേണ്ടത്. അപ്പം എനിക്കിത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കണക്ക് കൂട്ടി. അപ്പോൾ ഏതാണ് ലോ? ഇതാണ് സ്ട്രോങ് ലോ ആയിട്ട് ഞാൻ കണക്ക് കൂട്ടിയത്. അപ്പോൾ ഇത് ബ്രേക്ക് ആയില്ല. അപ്പം വീണ്ടും വരാനുള്ളത് ഇതാണ് സ്ട്രോങ് ലോ. ഇതാണ് നമ്മൾ ബ്രേക്ക് ചെയ്യാനുള്ള ഹൈ. ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നവരാണ്. ഇത് ബ്രേക്കായി. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തോ അത്രയ്ക്ക് നല്ലതാണ്. പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് പഠിക്കാനേ പറ്റത്തുള്ളൂ. ഒരു ദിവസം കൊണ്ട് മാത്രമൊന്നുമല്ല ഇത് പഠിച്ചെടുത്തത്. ഞാൻ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ചാർട്ട് റീഡ് ചെയ്യാൻ പഠിക്കുക. ഇതിനാണ് നമ്മൾ ചാർട്ട് റീഡ് ചെയ്യാനെന്ന് പഠിക്കുന്നത്. പ്രൈസ് ആക്ഷൻ എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ നല്ല ഉപകാരപ്പെടുത്തുള്ളൂ. പ്രൈസിൻ്റെ ആക്ഷൻ ക്യാൻഡിൽ റീഡ് ചെയ്യുന്നത് നമ്മൾ ഈ രീതിയിലാണ്. അപ്പം ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. നീ ഏതാ? പ്രൊട്ടക്റ്റഡ് ലോ. ഇതാണ് സ്ട്രോങ് ലോ. ഇതാണ് സ്ട്രോങ് ഹൈ അല്ല, സോറി. ഈ ഹൈ ആണ് നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ളത്. ഈ ഹൈ നീ ബ്രേക്ക് ആവുന്നുണ്ടോ നോക്കിയേ നിങ്ങൾ. ഈ ലോയാണ് സ്ട്രോങ് ലോ. നോക്കിയേ, ഈ ക്യാൻഡിൽ എപ്പോഴാണ് ലോയെ ബ്രേക്ക് ചെയ്യുന്നത്? ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ചേഞ്ച് ഓഫ് ക്യാരക്ടർ, മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? CH, അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഇനി മുതൽ മാർക്കറ്റ് സെല്ലിലോട്ട് പോകുമെന്നാണ് അർത്ഥമാക്കുന്നത്. ബെയറിഷ് മാർക്കറ്റിൽ അതിൻ്റെ ഹൈ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതിന് എന്താണ് നമ്മൾ പറയുന്നത്? സ്ട്രോങ് ഹൈ എന്നാണ് പറയുന്നത്. ഈ സ്ട്രോങ് ഹൈ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതേപോലെ ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഇത് ഇങ്ങോട്ട് മാർക്കറ്റ് ബുള്ളിഷാണ്, ഇവിടെ എത്തിയപ്പോഴാണ് ബെയറിഷ് ആയത്. അപ്പം ഈ ബുള്ളിഷ് മാർക്കറ്റിൻ്റെ ലോ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ലോ ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ ലോയ്ക്ക് എന്താണ് നമ്മൾ പറയുന്നത്? സ്ട്രോങ് ലോ. എന്താണ് സ്ട്രോങ് ലോ? ഇതെന്താണ്? സ്ട്രോങ് ഹൈ എവിടെയാണ് വരുന്നത്? ബെയറിഷ് മാർക്കറ്റിൽ. സ്ട്രോങ് ലോ എവിടെയാണ് വരുന്നത്? ബുള്ളിഷ് മാർക്കറ്റിൽ. അപ്പം ഈ ഒരു സ്ട്രോങ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് വന്നപ്പോഴാണ് മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയത്. അപ്പോൾ സ്മാർട്ട് മണി ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ പ്രൈസിനെ താഴോട്ട് പോവാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ നീ എന്താ ചെയ്യേണ്ടത്? നമുക്കത് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെല്ലിലോട്ട് പോകണം. നീ ബൈ ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ സെല്ലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഹൈ ആണ് പ്രൊട്ടക്റ്റഡ് ഹൈ. ഈ ഹൈ ബ്രേക്കായോ? ഇല്ല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ചെറിയ എന്തോ ന്യൂസോ കാര്യങ്ങൾ എന്താണ് ഇവിടെ വന്നതാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. എന്നിരുന്നാലും വിക്ക് ബ്രേക്കാണ്. വിക്ക് ബ്രേക്ക് ഞാൻ ഒരിക്കലും കണക്ക് കൂട്ടത്തില്ല. അതൊരു ക്യാൻഡിൽ ക്ലോസ് മാത്രമേ ഞാൻ കണക്ക് കൂട്ടത്തുള്ളൂ. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം ഇത് വിക്ക് ബ്രേക്കാണ്. ഇതാണ് ഹൈ, ഇതാണ് ലോ. നീ പിന്നെ മാർക്കറ്റ് ഈ ഒരു ലോയെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്. പിന്നെ ഏതാണ് പ്രൊട്ടക്റ്റഡ് ഹൈ? ഇതാണ് പ്രൊട്ടക്റ്റഡ് ഹൈ, സ്ട്രോങ് ഹൈ. ഈ ഹൈ ബ്രേക്കായോ? ഇല്ല. ഇതാണ് സ്ട്രോങ് അല്ല, ഈ ഒരു ലോയാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഈ ലോ നേരെ വെച്ച് നോക്കിയേ, എവിടെ ബ്രേക്കാണ് വന്നത്? ബ്രേക്കായോ? ബ്രേക്കായില്ല. ബ്രേക്കായോ? ഇല്ല. ഇപ്പോഴാണ് നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയത്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്. ഓക്കെ, അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ സ്ട്രോങ് ഹൈ എങ്ങനെ കണ്ടുപിടിക്കുന്ന? പ്രൈസ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് എത്ര ഹൈ എത്തിയോ ഇതാണ് പുതിയ ഹൈ. ഇതാണ് നീ മുതൽ പുതിയ സ്ട്രോങ് ഹൈ ഇതാണ്. മാക്സിമം പ്രൈസ് എത്ര ഹൈറ്റിലേക്ക് എത്തി, മാക്സിമം പ്രൈസ് ലോയെ ബ്രേക്ക് ചെയ്തതിന് മുമ്പ് ഏറ്റവും ഹൈ ചെയ്തെത്തി, അതാണ് നമ്മളെ സ്ട്രോങ് ഹൈ ആയിട്ട് കണക്ക് കൂട്ടുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ സ്ട്രോങ് ഹൈ. നീ ഇത് സ്ട്രോങ് ലോ, നമ്മൾ ഏത് ലോയാണ് നോക്കേണ്ടത്? ബ്രേക്ക് ചെയ്തോന്ന് ബ്രേക്ക് ചെയ്യേണ്ടത്.
ഈ ഒരു ലോയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. അതായത് ഇതല്ലേ പുതിയ ലോ, ഈ ലോയല്ലേ പുതിയതായിട്ട് വന്ന ലോ. ഈ ലോ നോക്കിയേ, ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ബ്രേക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ടത് ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ലോ ബ്രേക്ക് ചെയ്തു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മാർക്കറ്റ് ബെയറിഷിൽ നിന്ന് ബുള്ളിഷിലോട്ട് ചേഞ്ചായി. അപ്പോൾ എന്താണ് പറയേണ്ടത്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ, CH. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ബെയറിഷായി, ബെയറിഷിൽ നിന്ന് ബുള്ളിഷിലേക്ക് മാറി. അപ്പോൾ നമ്മൾ ബൈ ആണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് SMC കോഴ്സ് കൂടി പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾ പുതിയ പുതിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാം. ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് തുടക്കമായതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നത്. ഇതൊക്കെ പഠിച്ചിട്ടേ മാത്രമേ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇത്തരത്തിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു. അപ്പം ചേഞ്ച് ഓഫ് ക്യാരക്ടറായി. അപ്പം ഇതാണ് സ്ട്രോങ് ഇതാണ് നമ്മളെ സ്ട്രോങ് ലോ. ഇതാണ് ഈ ഹൈ ആണ് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടത്. ഈ ഹൈ ബ്രേക്ക് ചെയ്തോ? നോക്കിയേ, ഈ ഹൈ ഇവിടെ എത്തിയപ്പോൾ ബ്രേക്കായി. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ്പ് സൈഡ്. പറഞ്ഞ് മനസ്സിലായോ? നമുക്ക് ഇതാണ് നമ്മുടെ സ്ട്രോങ് ഹൈ. ഈ ഹൈ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലോയാണ് നമ്മുടെ ബുള്ളിഷിൻ്റെ ലോ, സ്ട്രോങ് ലോ ആയിട്ട് കണക്ക് കൂട്ടിയത്. ഈ ലോയല്ലേ, ഈ ഹൈ അല്ലേ മാക്സിമം ഉണ്ടാക്കിയത്, അവസാനം ഉണ്ടാക്കി ഈ ഹൈ ആണല്ലോ മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്ത് ബുള്ളിഷാക്കിയത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ഒരു ഹൈ കാരണമാണല്ലോ ഈ ഒരു സ്ട്രോങ് ഹൈയെ ബ്രേക്ക് ചെയ്ത് ബുള്ളിഷാക്കിയത്. അപ്പം ഇതാണ് ലാസ്റ്റ് വന്ന ഹൈ. അപ്പം ഈ ഒരു ഹൈയുടെ ലോയാണ് നമ്മൾ സ്ട്രോങ് ലോ ആയിട്ട് കണക്ക് കൂട്ടുന്നത്. സ്ട്രോങ് ലോ. ഓക്കെ, സ്ട്രോങ് ലോ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. കാരണം ബുള്ളിഷിൽ എപ്പോഴും സ്ട്രോങ് ലോ പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പം ഈ ലോ ബ്രേക്ക് ചെയ്തോ? നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. ഈ ലോയുടെ അടുത്ത് വരെ വന്ന്, പക്ഷേ ലോ ബ്രേക്ക് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഹൈയാണ് ബ്രേക്ക് ആവേണ്ടത്. ഈ ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ട് പോവാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റിൽ പറയുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ഇത്തരത്തിലാണ് മാർക്കറ്റ് സ്ട്രക്ചർ നമ്മുടെ ചാർട്ടിൽ അടയാളപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, എത്ര വട്ടം വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാം, എനിക്ക് യാതൊരു കുഴപ്പമില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു തരാം. അപ്പം മാർക്കറ്റ് സ്ട്രക്ചർ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. സ്ട്രോങ് ഹൈ, സ്ട്രോങ് ലോ, അതേപോലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു തരാം. ബുള്ളിഷ് മാർക്കറ്റ് നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്തുന്നത് മനസ്സിലായി. ബുള്ളിഷ് മാർക്കറ്റിൻ്റെ ലോ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, സ്ട്രോങ് ലോ എന്നാണ് ഞാൻ പറയുന്നത്. അതേപോലെ ബെയറിഷ് മാർക്കറ്റിൻ്റെ ഹൈ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, അതിന് നമ്മൾ സ്ട്രോങ് ഹൈ എന്നാണ് പറയുന്നത്. അതേപോലെ പ്രീവിയസ് ഹൈയോ പ്രീവിയസ് ലോയോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, അപ്പം ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം അടുത്ത വീഡിയോയിൽ വേറെ ഒരു ടോപ്പിക്കായിട്ട് വരാം. അപ്പം അതുവരെ ഗുഡ് ബൈ. നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.